പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ അടക്കം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം. ഉപതെരഞ്ഞെടുപ്പുകളുടെ തീയതികളും പ്രഖ്യാപിക്കാനിടയുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ജമ്മു കാശ്മീരിന് പുറമെ മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിക്കുക. ഹരിയാന സർക്കാരിൻ്റെ കാലാവധി നവംബർ 3-നും, മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കാലാവധി നവംബർ 26-നും, ജാർഖണ്ഡ് സർക്കാരിൻ്റെ കാലാവധിയും ഈ വർഷം ഡിസംബറോടെയും അവസാനിക്കും. സെപ്റ്റംബർ 30-നകം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 2014 ശേഷം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പരിശോധിക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അടുത്തിടെ സംസ്ഥാനങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു. ഇതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നും കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇതിനോടൊപ്പം ഷാഫി പറമ്പിൽ MLA വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെ പാലത്താട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.